ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ബോംബെക്ക് പോകേണ്ട ദിവസമായി. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പാരൻസ് മീറ്റിംഗ് ഒക്കെ ആയിരുന്നു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിഞ്ഞത് അപ്പോൾ 3 മണിയാകുന്നു. അപ്പോൾ 3 മണിയോടുകൂടി ഞങ്ങൾക്ക് ഇറങ്ങണം. വണ്ടി വരും. ഇപ്പോൾ വണ്ടി 2 ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? 3 ഫാമിലിക്ക് ലഗേജ് ഉള്ളതുകൊണ്ട് 2 വണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിക്ക് ഇന്ന് പോകണില്ലേ, കാരണം സ്വന്തം വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പാർക്ക് ചെയ്തിടാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ 3-5 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അത് മാത്രമല്ല തിരിച്ചു വരുന്നത് ട്രെയിനാണ്. അപ്പോൾ അതുകൊണ്ട് 2 വണ്ടി പറഞ്ഞിട്ട് വണ്ടി പോരും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകണം. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളത് സ്നിഷ ടീച്ചർ ഫാമിലി, അതുപോലെ തന്നെ പ്രീത ടീച്ചർ ഫാമിലി. അപ്പോൾ അവരൊക്കെ സ്നിഷ ഷാരിസ്, റെജി പ്രീത, പിന്നെ അവരുടെ മോളുണ്ട്, അഞ്ജുവിൻ്റെ കൂട്ടുകാരിയാണ് ചിപ്പി. അപ്പോൾ അങ്ങനെ ഷാരിസാറിന്റെ മോൻ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. ഉറപ്പായിട്ടില്ല, കൺഫേം അല്ല. അപ്പോൾ ചിലപ്പോൾ നാളെ വരും, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞോ. അങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല നിലവിൽ. ഇനി ഫ്ലൈറ്റിന് വരാനുള്ള പരിപാടികളായിരിക്കും. അങ്ങനെ വരാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഒരുമിച്ചായിരിക്കും അങ്ങനെ ഇറങ്ങാം. അല്ലെങ്കിൽ പിന്നെ മോൻ ചിലപ്പോൾ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അതിനെപ്പറ്റി അറിയില്ല. ടിക്കറ്റ് കിട്ടണമെങ്കിൽ ബോംബെയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് 8 പേരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് 8 പേര് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബോംബെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി ഒരു 2-3 ദിവസത്തേക്കൊക്കെ, അല്ലെങ്കിൽ 3-4 ദിവസത്തേക്ക് നമ്മൾ വീഡിയോസ് എടുക്കുന്നതിനനുസരിച്ച് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം, നമുക്ക് എടുക്കാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം ഞങ്ങളും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടികൾ വന്നിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെയുണ്ട്, ഒരെണ്ണം അങ്ങ് ദൂരെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ ലഗേജൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അഞ്ജലിയുടെ കൂടെ ചിപ്പിയൊക്കെ കൂടെ റെഡിയായി. അവർ പെട്ടി ഇങ്ങനെ ലഗേജൊക്കെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും പേരായിട്ടോ ബസ്സിൽ നിന്ന് പോകാനുള്ളൊരു 3 ഫാമിലി. അപ്പോൾ എല്ലാവരും റെഡിയായി താഴേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവരൊക്കെ ആണുങ്ങളെല്ലാം ഈ വണ്ടിയിലോട് കയറാൻ പ്ലാൻ ചെയ്തേക്കണം. അവരൊക്കെ ഈ വണ്ടിയിൽ. എവിടെയാ? ഓക്കെ, ബൈ. ഞങ്ങളുടെ വണ്ടി അവിടെ. ഞങ്ങൾ പെണ്ണുങ്ങളും പിന്നെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൂടെ ഈ വണ്ടിയിൽ. പെണ്ണുങ്ങളുടെ വണ്ടി പിന്നെ എല്ലാം ഉണ്ട്. നമ്മളൊരുമിച്ച് കഥകളൊക്കെ പറഞ്ഞിങ്ങനെ പോകും അല്ലേ? അപ്പൊ ശരി, എവിടേക്ക് പോണേ ശ്രീഷ ടീച്ചറെ? എവിടേക്ക് പോണേ? ആണോ? എല്ലാവരും വരുന്നുണ്ട്. നമ്മളെല്ലാവരെയും കൊണ്ട് പോണേ. പോവാന്നാ? ഓക്കെ, ശരി, ബൈ. ലേറ്റ് ആവണം. ബൈ. അപ്പൊ ഞങ്ങൾ അങ്ങനെ യാത്രയായി. നമ്മുടെ ഷാരി സാർ ഇവിടെ, ഷാരി സാറുടെ ഗേറ്റൊക്കെ തുറന്ന് നിൽക്കുന്ന അവര് പുറകിലത്തെ വണ്ടിയിൽ വരുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പൊ കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയെന്ന്, കുഴപ്പമൊന്നുമില്ല. വലിയ ചൂടുമില്ല, വലിയ തണുപ്പുമില്ല. തണുപ്പിലേക്ക് കടന്നു എങ്കിലും വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ഓവർ തണുപ്പില്ലാതെ അങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ ലേഡീസ് എല്ലാവരും ഉണ്ട്. പിന്നെ അഞ്ജും ചിപ്പിയുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടനുണ്ട്. മറ്റേ തൊട്ട് പുറകെ വരുന്ന വണ്ടിയിലാണ് നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നത്. അവരവരുടെ ഗ്രൂപ്പ് അതിനകത്തും ഞങ്ങളുടെ ഗ്രൂപ്പ് ഇതിനകത്തും ഉണ്ട്. അതവിടെ ശ്രീഷ ടീച്ചർ ഇരിക്കുന്നു. പ്രീത ടീച്ചർ ഇവിടെ. ഹലോ, നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഒരു ഹായ് പറഞ്ഞേ നിങ്ങള്. പുറകില് അഞ്ജും ചിപ്പിയും പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര. ഞങ്ങളിപ്പോ പോകുന്നത് ലക്നൌവിലേക്ക് കേട്ടോ. ലക്നൌവിൽ നിന്ന് രാത്രി 11:30-ക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുവിധം അങ്ങനെ വെയിലൊക്കെ പോയി. ഇപ്പോൾ ഒരു സന്ധ്യാസമയം പോലെയൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇരുട്ടും ഒക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇരുട്ടാവും. ഇരുട്ടാവേണ്ട സമയമൊന്നും ആയിട്ടില്ല. അതിന് മുൻപ് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. ടീച്ചർമാരും നല്ല ഉറക്കമായിട്ടുണ്ട്. യാത്ര ചെയ്ത് മടുത്തു തോന്നുന്നു. അവരുറക്കത്തിലേക്ക് കടന്നു. ഇവിടേക്ക് റോഡ് പണി നടക്കാണ്. ഉറക്കത്തിൽ നിന്നിട്ടോ ഉറങ്ങാൻ തുടങ്ങായിരുന്നു. എണിറ്റു ഞാൻ വോയിസ് കൊടുക്കാനായിട്ട് 2 പേര് എണിറ്റു. പിന്നെ ഇവിടെ എന്തൊക്കെയോ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. സൂര്യൻ നല്ല
റെഡ് കളറിൽ ഇതാ നമുക്ക് അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അവിടെ ഞാൻ സൂം ചെയ്ത് കാണിക്കാൻ നിങ്ങളത് കണ്ടോ, എന്ത് ഭംഗിയാന്നറിയോ, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസം കാണാൻ. ഇവിടെ കാര്യമായിട്ടുള്ള റോഡ് പണിയാണ്, അതുകൊണ്ട് തന്നെ ഇതാ ബ്ലോക്കിലൊക്കെ പെട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്ലോക്കിൽ പെടുന്നുണ്ട് ഞങ്ങൾ. ഇപ്പം ചേട്ടന്മാരുടെ വണ്ടിയൊക്കെ മുന്നേ പോയി കഴിഞ്ഞു. അവർ സാർമാർ എല്ലാവരും കൂടെ ഒരുമിച്ച് കുറച്ച് മുൻപ് അവർ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ ഓവർടേക്ക് ചെയ്തതല്ല കേട്ടോ, ഞങ്ങൾ അവർക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ അവരുടെ ഡ്രൈവർ വന്നപ്പോൾ അങ്ങനെ അവിടെ കടന്നു പോയതാണ്. ഒരുവിധം ഇരുട്ടായി തുടങ്ങിയിട്ടോ. ഞങ്ങളുടെ യാത്ര കുറച്ച് നേരമായി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുവിധം ഇരുട്ടായി തുടങ്ങി, എല്ലാവരുടെയും ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സമയം 5:30 ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഭയങ്കര കൂനാകൂരി ഇരുട്ടാണ്. പെട്ടെന്ന് സന്ധ്യ ആയതുപോലെ വേഗത്തിൽ ഇരുട്ടായിട്ടോ. ഞങ്ങളിവിടെ ചായ കുടിക്കാനായിട്ട് ഇതാ വണ്ടിയൊക്കെ നിർത്തി ഇവിടെ ഇറങ്ങി ചായ കുടിക്കാൻ പോകട്ടെ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ വോയിസ് ക്ലിയർ ആവുമെന്ന് അറിയില്ല. ശ്രീഷ ടീച്ചർ ചായ കുടിച്ചില്ല, ചായ വേണ്ടാന്നും പറഞ്ഞ്. അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ ഞങ്ങളുടെ വണ്ടിയിൽ കയറുന്നു. അവർ ഓൾറെഡി ഇതാ വണ്ടിയിലേക്ക് കയറി. അങ്ങ് കാണുന്ന ചായക്കടയിൽ നിന്നാണ് നമ്മൾ പോയി ചായ കുടിച്ചത്. അപ്പോൾ ഇനി വീണ്ടും യാത്ര തുടരണം. ഇനി ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഓൺ ദ വേയോ എവിടെയെങ്കിലും നമുക്ക് അവിടെ എത്തിയിട്ടോ ഫുഡ് വാങ്ങിച്ച് കഴിക്കണം. കാരണം 11:30ക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ 1:30, 2 o'clock ഒക്കെ ആകുമ്പോഴാണ് ബോംബെയിൽ എത്തുള്ളൂ. വീണ്ടും കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും വണ്ടി നിർത്തിയേക്കാണ്. വണ്ടിയിൽ പെട്രോൾ അടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയേക്കാട്ടോ. അപ്പോൾ ഇവിടെ നിന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ആ കൂട്ടത്തിൽ എടുത്തതാണ് ഇതെല്ലാം. അപ്പോൾ ഇതാ ഞങ്ങളുടെ വണ്ടി ഇവിടെ പെട്രോൾ പമ്പിൽ നിർത്തിയേക്കായിരുന്നു കേട്ടോ, ഡീസൽ അടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഇവരുടെ വണ്ടിയിൽ ഇതാ നിറയ്ക്കലൊക്കെ കഴിഞ്ഞ് ഇവരിതാ കയറാൻ പോകുന്നു. ഞങ്ങളുടെ വണ്ടി അവിടെ നിന്ന് എടുക്കുന്നതേ ഉള്ളൂ, അവിടെയാണ് കേട്ടോ, അതാ അവിടെ. അപ്പോൾ അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇതാ ഞങ്ങളുടെ വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും കയറാണ്. ഇനിയും ഇവിടെ നമുക്ക് കുറച്ചും കൂടെ പോകണം ലക്നൗവിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ കുറച്ച് നേരത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇതാ ഇവിടെ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ നിർത്തിയേക്കാട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം അവിടെ നിന്ന് പോകണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ എന്തായാലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകണം. നല്ല പ്യുവർ വെജിറ്റേറിയൻ ഫുഡാണ് ഇവിടെ. അപ്പോൾ അത് കഴിക്കാമെന്നും പറഞ്ഞത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ അവിടെ എത്തി. ഹോട്ടലിൻ്റെ സൈഡിൽ തന്നെ നല്ല ഊഞ്ഞാലുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഇവിടെ ഊഞ്ഞാലുമൊക്കെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കണ്. ചിപ്പിയും അഞ്ജലിയും എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ? ദേ വിളിക്കണവര്, ദേ അവിടെ വിളിക്കണ്, ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കണ്. വാ വാ, അവർക്ക് ബോംബെ പോണ്ട, അവർക്ക് ഊഞ്ഞാലും ഇരുന്നാൽ മതിയെന്ന്. ദേ ഇരിക്കണ അടുത്താണ്. പേടിച്ചിരിക്കണ. ആ ഇറങ്ങ് വായു. നല്ല നല്ല സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഊഞ്ഞാല് കണ്ട, സ്റ്റീലിന്റെ സീറ്റ്, അടിപൊളി. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കണം കേട്ടോ. എല്ലാവരും എത്തിയിട്ടുണ്ട്. നീ എന്താണ് ഐറ്റം ഓർഡർ കൊടുക്കണമെന്നൊന്നും അറിയില്ല, ജസ്റ്റ് വന്നിരുന്നതേ ഉള്ളൂ. ചിക്കൻ ബിരിയാണി വേണോ? അതെങ്ങനെയാ? പ്യുവർ വെജിറ്റേറിയനിൽ വന്നിട്ട് ചിക്കൻ ബിരിയാണി എങ്ങനെ ഓർഡർ കൊടുക്കും? പ്യുവർ വെജ് അതിനകത്ത് ഇച്ചിരി ചിക്കൻ ഉണ്ടാവും. ചിക്കൻ ഉണ്ടാവില്ല, മണ്ടത്തരം പറയാതെ. ഈ ടീച്ചർ പറയുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. അത് അങ്ങനെയല്ല, അതിൽ വലുതും പറയും, അതൊന്നല്ല, അതൊക്കെ അതിൻ്റെ നമ്പറുകൾ മാത്രം. സത്യം മാത്രം ഒരു തമാശ പറഞ്ഞതാണ് നിങ്ങളെല്ലാവരും ചിരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. എല്ലാവരും പല പല ഐറ്റംസാണ് ഓർഡർ കൊടുത്തേക്കണം, എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റംസുകളെല്ലാം. ഇതെന്താണ് ഈ സാധനം?
ഇതെന്തെന്നത്? പനീർ കറിയാണ് പല പല രൂപങ്ങളിൽ. അവിടെ വേറെ അവിടെ ബട്ടർ നാൻ, തന്തൂരി അല്ല തന്തൂരി റൊട്ടി അത് അല്ലേ? തന്തൂരി റൊട്ടി, ദാൽ ഫ്രൈ, നമ്മുടെ പരിപ്പ് നല്ല തിക്കായിട്ടുള്ള പരിപ്പ്. ഇവിടെ മട്ടർ കറി ഇവിടെ പനീർ കറി, ഇവിടെ ജീര റൈസ്, ഇവിടെ സബോളയും ബീറ്റ്റൂട്ടൊക്കെ കട്ട് ചെയ്ത് ചൊറുക്കിയൊക്കെ ഒഴിച്ച് അത് അങ്ങനെ പല ഐറ്റംസായിട്ട് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഇറങ്ങാണ്. അപ്പോൾ ഇനി നമ്മുടെ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഇവർ കയറി. ഇനിയിപ്പോൾ ഷാജി സാറും ഈ വണ്ടി കയറിയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള റൂട്ട് നമുക്ക് അത്ര വശമില്ല. അപ്പോൾ ഷാജി സാറിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഷാജി സാറിനെ ഫ്രണ്ടിലിരുത്തി ഞാൻ ഇവരുടെ കൂടെ പുറകിലിരിക്കാൻ പോവാം. ലക്നൗ സിറ്റി എത്തി. നമുക്ക് ഇവിടെ ഇവിടുന്ന് തിരിഞ്ഞു പോകണം, പക്ഷെ ആയിട്ടില്ല. കാൺപൂർ റോഡിലോട്ട് കയറണം. നമുക്ക് എയർപോർട്ട് റോഡ് ആയിട്ടില്ല. ഇവിടെ ഭയങ്കര ഇതുണ്ടാവും, നല്ല കളർഫുൾ ആയല്ലേ. കളർഫുൾ ആയി. ലക്നൗ നമ്മൾ വന്നപ്പോ ദൂരം മാറിയല്ലേ. ലക്നൗ ഒക്കെ ഒത്തിരി മാറിയില്ലേ പണ്ടത്തേലും അല്ലേ. നല്ല സിറ്റി ആയില്ല, നല്ല വൃത്തിയുള്ള സിറ്റി ആക്കി. പിന്നെ അടിപൊളിയായി. പിന്നെ ഇതിൽ നമ്മുടെ എയർപോർട്ടിൽ പോകുന്നത് എപ്പോഴും ഇതേ വഴി തന്നെയാ. എയർപോർട്ട് റോഡ് തിരിയാണെന്നുണ്ടോ? എയർപോർട്ട് തിരിച്ചുണ്ടോ? എയർപോർട്ട് റോഡ് തിരിഞ്ഞില്ല, ഹൈവേ കട്ട് ചെയ്ത് കയറും. നമ്മൾ എയർപോർട്ടിലെത്തി. ലക്നൗ എയർപോർട്ടിലെ ടെർമിനൽ 3 നമ്മൾ എത്തിയിരിക്കുകയാണ്. 5.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വളരെ ലെങ്തി ജേർണി ആയിപ്പോയി. കാരണം നമ്മൾ ആദ്യമായിട്ട് ഇത്ര ലേറ്റ് ആയിട്ട് വരുന്നത്. സാധാരണ 3-3.5 മണിക്കൂർ കൊണ്ട് എത്തുന്ന 5. വിമാനം കിടക്കണം. വിമാനം കിടക്കണ വിമാനം കണ്ടോ? വലിയ ആൾക്കാർ പോകുന്നുണ്ടോ? ഏതോ മന്ത്രിമാരാണ്. ജയ്യേ ഉണ്ടോ? ഇന്ത്യയോട് വിമാനം കിടക്കണ കണ്ടോ? നമ്മുടെ സ്വന്തം പുതിയ ടെർമിനൽ, പക്ഷെ ഒട്ടും സൗകര്യം ഇല്ലാത്ത ടെർമിനല്. അതങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനും സ്ഥലമില്ല. കുഞ്ഞ ടെർമിനല്. നമ്മുടെ മാലിമാര് അവിടെ പോയിട്ടുണ്ട്. ആദ്യം അവര് ലഗേജൊക്കെ ഇറക്കി വെക്കട്ടെ. ഇവിടെ മാലിമാര് 2 പേരും വിട്ടിട്ടുണ്ട് പറയുന്നത്. ലഗേജൊക്കെ ഇറക്കി വെച്ച്. ഇതിനകത്തുണ്ടോ? പച്ചത്രി ഉണ്ടോ? ഞങ്ങളുടെ മാലിമാര് അനിൽ മാലിയും രജി മാലിയും ഒരു സൂട്ട് കേസ് ഇറക്കി വെക്കുകയാണ്. എല്ലാവർക്കും പതുക്കെ ഇറക്കി വേണ്ട, നമുക്ക് എല്ലാവർക്കും വേണ്ടേ. ഈ മാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ, മാലി എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവില്ല അല്ലേ. മാലി എന്ന് പറഞ്ഞാൽ പണിക്കാര്, ജോലിക്കാര്. അത് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. അതാണ് മാലി എന്ന് പറഞ്ഞ ജോലിക്കാരാട്ടോ, ജോലിക്കാര്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലൊക്കെ എത്തി. ഞങ്ങളുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇതില് ഇനി നമുക്ക് ശരിക്കും പറഞ്ഞപ്പോൾ ടൈം ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ആണെങ്കിൽ 1/2 മണിക്കൂർ ലേറ്റാണ്. 11:30 കേട്ടോ. അതിപ്പോൾ 12 മണിയായി. അപ്പോൾ എല്ലാവരും ലഗേജൊക്കെ ആയിട്ട് ലഗേജും വലിച്ച് നടന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഓരോ സ്യൂട്ട് കേസ് ഉണ്ട്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഓരോ സ്യൂട്ട് കേസായിട്ടാണ് എല്ലാവരും പോണത്. ഇപ്പം എൻ്റെ സ്യൂട്ട് കേസ് ഇപ്പോൾ ചേട്ടൻ്റെ അടുത്തേക്കാം കേട്ടോ. സ്യൂട്ട് കേസും ഉണ്ട്, ബാഗും ഉണ്ട്. ചേട്ടൻ്റെ ബാഗ്, എൻ്റെ സ്യൂട്ട് കേസ്. ഞങ്ങൾ ബോംബെയിലൊക്കെ പോയി വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ബോംബെ പോയി വന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും തന്നെ ഒരു സുഖം തോന്നിയില്ല. നല്ല ജലദോഷവും പനിയും ചുമയൊക്കെ പിടിച്ചേക്കായിരുന്നു. അപ്പോൾ ഇപ്പോഴും മാറിയിട്ടില്ല, ഒന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസും ഈ 2-3 ദിവസമൊന്നും ഞാനൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്.
അപ്പോൾ ഇനി ഞങ്ങളുടെ ലഗേജൊക്കെ കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ എല്ലാവർക്കുള്ള സ്യൂട്ട് കേസ് കാര്യങ്ങളെല്ലാവരും ലഗേജിൽ കൂടെ വിടണമെങ്കിൽ നമ്മൾ ഫ്രീ ആവുമല്ലോ. ജസ്റ്റ് കയ്യിലത്തെ ഹാൻഡ് ബാഗ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കൊടുക്കാമെന്നും പറഞ്ഞ് അതിനായിട്ട് ഇതായി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളങ്ങനെ ചെക്ക് ഇൻ കൗണ്ടേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ ലഗേജൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആൾക്കാർ. ഇപ്പോൾ 9:20 ഞങ്ങൾ ഇതാ ഇവിടെ എത്തി. ഞങ്ങളുടെ ചെക്കിങ്ങിനൊക്കെ വന്നേപ്പിക്കുന്ന സമയം ഇപ്പോൾ 9:20. വലിയ റഷൊന്നുമില്ല. ഈ സമയത്ത് എത്തിയാലുണ്ട്, രാത്രിയിലാണല്ലോ. 9:20 സമയത്ത് നമ്മൾ എത്തിയേക്കണം. വലിയ റഷില്ല. എന്നാലും ഞങ്ങൾക്ക് ഇതാ കയറി പോകേണ്ടടുത്തൊക്കെ ആവശ്യം തിരക്കുണ്ട്. അവിടെയൊക്കെ എംറ്റി കേട്ടോ, അവിടെയൊക്കെ എംറ്റി ആയി കിടക്കണം. ഈ വശമൊക്കെ ആയാലും ഇതാ ഫുള്ളി കാലിയായിട്ട് കിടക്കുന്നുണ്ട്. ടീച്ചർ ബൈ മിസ്റ്റേക്കിൽ പവർ ബാങ്ക് വെച്ചേക്കണം പെട്ടിയിൽ. അപ്പോൾ അത് എടുക്കേണ്ടി വന്നു. അപ്പോൾ അതാ പവർ ബാങ്ക് എടുത്തുകൊണ്ടിരിക്കുക പെട്ടി. സ്യൂട്ട് കേസിൽ ബൈ മിസ്റ്റേക്കിൽ വെച്ചതാട്ടോ. അപ്പോൾ അത് അതിൽ നിന്ന് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ അവരെന്നെ ഓർത്ത് പെട്ടി കൊടുക്കാൻ നേരത്ത്. അപ്പോൾ അതാ എടുത്ത് മാറ്റണം. സുരേഷ് എനിക്കൊന്നുമല്ല, നിങ്ങൾക്കൊന്നും തലവേദന. ഇപ്പൊ കുറച്ചു നേരം മുമ്പ് ചോദിച്ചതാണ് എവിടെ പവർ ബാങ്ക്. ഇതിന്റെ ഉള്ളിലിട്ടുണ്ട്. എന്നോട് പറഞ്ഞോ? ഞങ്ങൾ ഓർത്തില്ല. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ അവിടുത്തെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഇനി പോകണം കേട്ടോ. ഇനി അടുത്ത ചെക്കിങ്ങിന് പോകണം. അപ്പം അങ്ങനെ ഞങ്ങൾ ലഗേജ് കാര്യങ്ങളെല്ലാം കൊടുത്ത് കംപ്ലീറ്റ്ലി ഫ്രീ ആയി. ഇനി ഇതാ ഞങ്ങളുടെ ചെക്കിങ്ങിനായിട്ട് പോകണം. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പ്, മൊബൈല്, ചാർജർ, വാച്ച്, ഈവൻ നമ്മളിട്ടിരിക്കുന്ന ജാക്കറ്റ് പോലും അവർ നമ്മളോട് മാറ്റാൻ പറയും. അതിന് ശേഷമാണ് അവർ ചെക്ക് ചെയ്യുന്നത്, ബോഡി ചെക്കിങ് എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന ഗേറ്റിൻ്റെ അടുത്തേക്ക് നമുക്ക് പോയി അവിടെ ചെന്നിരിക്കാനായിട്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകാനാ? മുംബൈ. ഓ, ഞങ്ങളങ്ങനെ ചെക്കിങ്ങിനായിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ 2 എക്സ് സ്റ്റുഡൻസിനെ കണ്ടു കേട്ടോ. ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചിരുന്നവർ. അപ്പോൾ അവർ ചേച്ചി അനീത്തിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഡെറാഡൂണിലേക്ക് പോകാനായിട്ട് ഇതാ വന്നിരിക്കുന്നത് കേട്ടോ, എയർപോർട്ടിലേക്ക്. അപ്പോൾ അവരെ നിർത്തി ഞങ്ങളിതാ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതാണ്. You didn't call us on annual function, that's why. അപ്പോൾ അങ്ങനെ ഒരുവിധം എല്ലാ ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഇതാ സ്വസ്ഥമായി കുറച്ച് നേരം എല്ലാം ഇരിക്കാൻ പോവാം. അപ്പോൾ അതാ ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ ഇവർ. അപ്പോൾ അവരെ കണ്ടപ്പോൾ എക്സ് സ്റ്റുഡൻസിനെ കണ്ടപ്പോൾ ഒന്ന് കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ. പിന്നെ അവരുടെ ഒപ്പം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവരപ്പോൾ അങ്ങനെ ഡെറാഡൂണിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ എത്തിയതാണ് ഫ്ലൈറ്റിനായിട്ട്. ശ്രേഷ ടീച്ചറും പ്രീത ടീച്ചറൊക്കെ ഇതേ അവിടെ പോയി ഇരുന്ന് ഫോൺ വിളി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:45. പകുതി ആൾക്കാർ ഇത് ഇവിടെയൊക്കെ കിടന്നുറങ്ങണം കേട്ടോ. പലയിടത്തുമായിട്ട് കിടന്നുറങ്ങണം. നമ്മുടെ പ്രീത ടീച്ചറൊക്കെ അവിടെ ഇരുന്ന് കൂട്ടുവായി വിടുന്നുണ്ട്. പിന്നെ ഇതാ ഷാരി സാറൊക്കെ ഉറക്കം വന്നിങ്ങനെ തൂങ്ങിയിരിക്കുന്നു. ഉറങ്ങാമെന്ന് ഞാൻ പറഞ്ഞില്ല, ഉറക്കം വന്ന് തൂങ്ങിയിരിപ്പുണ്ട്. പിന്നെ ചിലർ മൊബൈൽ നോക്കണ്. അഞ്ചും ജിപ്പിയും കൂടെ കറങ്ങാനായിട്ട് നടക്കുന്നുണ്ട്. അതിലിതിലൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നു. ഇതാ അവിടെ കണ്ടോ, പറഞ്ഞില്ലേ അതിന് മുമ്പ് അവിടെ ഉറക്കം കഴിഞ്ഞു, കിടന്നു കഴിഞ്ഞു. ഇവിടെ പ്രീത ടീച്ചർ ഇതേ പയ്യെ ചെരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ ഇവിടെ കുത്തിരുന്ന മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്രേഷ ടീച്ചർ ഇതേ അങ്ങേ ബസ് അവിടെ പോയി ചെരിഞ്ഞു. എല്ലാവരും ഇരുന്നിരുന്ന് മടുത്തു. പിന്നെ ആകെ ഇനിയിപ്പോൾ ഒന്ന് ഉഷാറായിരിക്കുന്നത് അതെ റജി സാറ് മാത്രമേ ഉള്ളൂ. റെജിസാറും പ്രീത ടീച്ചറും എന്താ ഓണം വീഡിയോയിൽ കാണാത്തതെന്നാണ്. കണ്ടില്ല, അവർ കണ്ടില്ല, അന്ന് വന്നില്ലല്ലോ. അപ്പം ഞാൻ അപ്പോൾ അന്ന് കാണാത്തതിൻ്റെ പിഴുക്കൊക്കെ ഇന്ന് വീട്ടിലുണ്ട് കേട്ടോ. അല്ലല്ല, അവര് കണ്ടില്ല എന്ന് പറഞ്ഞ പല വീഡിയോസിലും അവർ നോക്കി കണ്ടില്ലാന്ന്. പിന്നെ ചിലപ്പോൾ അവർ നോക്കി ആ പോർഷനിൽ കാണാത്തതായിരിക്കാം ഒരു പക്ഷെ. ഉണ്ടായിരുന്നു. പിന്നെ വേഗം പോയി നിങ്ങളന്ന്, അമ്മയ്ക്ക് വയ്യാൻ ഞാൻ വേഗം പോയി, അതുകൊണ്ടായിരിക്കും. ഗെയിംസിൻ്റെ ഒന്നും നേരത്തൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ് അവർ പറഞ്ഞത്. അഞ്ചും ജിപ്പിൻ്റെ കറക്കൊക്കെ കഴിഞ്ഞ് ഇതാ വരുന്നു. അവരെന്തോന്നോ വാങ്ങി, എന്തോ ജ്യൂസോ എന്തോ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതെന്തിട്ട് വാങ്ങിച്ചേക്കണേ? മൊഗുവോ? എന്തത് ജ്യൂസാണത്? ജ്യൂസാണ്, ഓറഞ്ച് ഫ്ലേവർ.
അച്ഛോ ആയിട്ടുള്ള ബെനിഫിഷ്യൽ ഓ പിന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചോണ്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണോ? അപ്പോൾ അവരങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഷോപ്സ് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആട്ടോ, രാത്രിയാണെങ്കിലും. 11 മണിയായി സമയം. പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെൻ്റൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റിനുള്ളതല്ല, ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ എത്തോ, നേരം വെളുക്കോ ബോംബെയിൽ എത്തുമ്പോഴെന്ന് അറിയില്ല. നല്ല സെറ്റപ്പാട്ടോ അവിടെയൊക്കെ കാണാൻ, നല്ല രസമാണ്. അവിടെ നിന്നാണ് അനൗൺസ്മെൻ്റൊക്കെ വരുന്നത്. അതിലിതാ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റിലേക്കുള്ളവരെ അങ്ങനെ അവിടെ ലൈനിലൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് അനൗൺസ്മെൻറ്റ് നടക്കുന്നത്, അങ്ങ് ദൂരെ. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് സീറ്റൊക്കെ മാറി ഇവിടെ വേറെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകേണ്ട ഗേറ്റ് നമ്പറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ മുമ്പ് ഇരുന്നോടത്തുണ്ടായിരുന്നില്ല, അപ്പോൾ ഇവിടെയാണെങ്കിൽ ഉണ്ട്. അപ്പോൾ അതേ ഓരോരുത്തരായിട്ട് എല്ലാവരും മൊബൈൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇതാ ചിപ്പി വെച്ചിട്ടുണ്ട്, ഇവിടെ 5 വെച്ചിട്ടുണ്ട്, ഇവിടെ ചേട്ടൻ വെച്ചിട്ടുണ്ട്, എൻ്റെയും വെച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ മൊബൈലും വെച്ചിട്ടുണ്ട്. ഒക്കെ ചാർജ് ചെയ്യാൻ അവരൊക്കെ ഇതാ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എല്ലാവരും സീറ്റ് പിടിച്ചേക്കാം മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട്. എന്താ ഫുൾ ടൈം തോണ്ടല വരും. എവിടേക്ക് പോണേ? ടിക്കറ്റ് ഞാൻ ഓർത്ത് ഫ്ലൈറ്റിന്റെ സമയമായില്ല, എവിടേക്കാണാവോ പോണേന്ന്. ചാർജ് ചെയ്യാൻ ചാർജ് ചെയ്യാനേ വന്നല്ലേ. അതാ ഇവിടെ ഇങ്ങനെ ഇഷ്ടംമാതിരി പ്ലഗുകളാട്ടോ. ഇപ്പൊ സൃഷ്ടി ടീച്ചർ അപ്പുറത്ത് പോയിട്ടുണ്ട് ചാർജ് ചെയ്യാൻ. അഞ്ചു ഇതാ ഇവിടെ ചാർജ് ചെയ്യണ്. ചേട്ടൻ ഇവിടെ കമന്ന് കിടക്കണുണ്ട് 2 മൊബൈലും ചാർജ് ചെയ്യാനായിട്ട്. കമന്ന് മടുത്തു. അപ്പം അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ലൈനിൽ നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ശരിക്കും ഇങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള ഒരു യാത്ര നല്ല രസം കേട്ടോ. എല്ലാവരും ഇങ്ങനെ ആ ഒരു ത്രില്ലിലാണ്, ബോംബെ കാണാനുള്ള ഒരു ത്രില്ലിലാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എല്ലാവരുടെയും കൈകളിലുണ്ട്. അപ്പോൾ ടിക്കറ്റുമായിട്ടാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ നമ്മൾ കടന്നു പോകുമ്പോഴും അവർ ഒന്നും കൂടെ ലാസ്റ്റ് ടൈം നമ്മുടെ ടിക്കറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കടത്തി വിടുന്നത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ചെക്കിങ്ങും കഴിഞ്ഞ് 5 ചിപ്പിയൊക്കെ മുന്നോട്ടേക്ക് കടന്നു കഴിഞ്ഞു. സൃഷ്ടി ടീച്ചറൊക്കെ ബാക്കി ഞങ്ങളെല്ലാവരും പുറകെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ചെക്കിങ് എല്ലാം കഴിഞ്ഞു, കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മളിതാ പോകണം കേട്ടോ. ഇനി ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ സമയം എത്രയായി? എത്ര മണിയായി ഇപ്പോൾ? 11:45 കഴിഞ്ഞു. 11:45 കഴിഞ്ഞു. 12 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. പോകുന്നു. 2 പേര് ഇറങ്ങിക്കഴിഞ്ഞു. ഒറ്റ ഫ്ലൈറ്റും ഇല്ല, നമ്മുടെ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ എന്നതിന്. ഇവിടെയൊക്കെ കാലിയായിട്ട് കിടപ്പുണ്ട്. ഞായറാഴ്ച ഇവിടെയും ചെക്കിങ്. പൊന്നെ ഇവിടുന്ന് ചെക്കിങ് കഴിഞ്ഞ് കഠിനമായ ചെക്കിങ് ആണ്. ഇപ്പൊ ഒരു ഫ്ലൈറ്റ് ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരെണ്ണം വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഞങ്ങളും ഷാരി സാർ ഫാമിലിയൊക്കെ അടുത്തടുത്താണ് ഞങ്ങളുടെ സീറ്റുകൾ. റജി സാർ ഫാമിലിയുടെ സീറ്റ് അവരുടെ കുറച്ചും കൂടെ ദൂരെ കേട്ടോ, ഞങ്ങളിൽ നിന്ന് കുറച്ച് ദൂരെയാണ് അവരുടെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കുറച്ച് നേരത്തെ യാത്രയല്ലേ നമുക്ക് ഫ്ലൈറ്റിലുള്ളൂ. അപ്പോൾ എല്ലാവരും എന്താ സീറ്റിലൊക്കെ കയറി സെറ്റപ്പ് ആവണം.
ഇപ്പോൾ ഫ്ലൈറ്റിൽ ഇതാ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കണം. അതുപോലെ അനൗൺസ്മെൻ്റ് ഒക്കെ കഴിയുമ്പോൾ പയ്യെ നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇപ്പോൾ രാത്രി 12 മണി സമയം, അതുകൊണ്ട് തന്നെ എല്ലാവിടെയും നല്ല ഇരുട്ടാണ്. പിന്നെ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാം, അത്രയേ ഉള്ളൂ. നമ്മൾ പകൽ കാണുന്ന പോലത്തെ അത്രയും ഒരു വ്യൂ നമുക്ക് രാത്രിയിലായതുകൊണ്ട് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നല്ല ടയേർഡായിരുന്നു. ഉച്ച കഴിഞ്ഞൊന്നും ഉറങ്ങിയിട്ടില്ല, റെസ്റ്റ് ചെയ്തിട്ടില്ല. രാത്രിയിലായാലും നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. രാത്രി 12 മണിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനെ ശരിക്കും ഉറങ്ങാൻ പറ്റാത്ത ഒരു ക്ഷീണവും കാര്യങ്ങളും യാത്ര ചെയ്ത ടയേർഡ്നെസ്സും ഒക്കെ ആയിട്ട് എല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നല്ല ഉറക്കമായി. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണുറന്നപ്പോഴേക്കും നമ്മളിതാ ബോംബെയിലെത്തി. അങ്ങനെ ആദ്യമായി ബോംബെ എയർപോർട്ടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയൊരു എയർപോർട്ടാട്ടോ ബോംബെ എയർപോർട്ട് എന്ന് പറയുന്നത്. ഇത്രയും ഫ്ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇത്രയും വലിയൊരു എയർപോർട്ട്, ഒരുപാട് സ്ഥലമുണ്ട് ഈ എയർപോർട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് തന്നെ. ഒത്തിരി വലിയൊരു ഏരിയ കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഫ്ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 1.25 മണിക്കൂറോളം കൂടെ ഞങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. പുറത്ത് ഞങ്ങൾ ഇറക്കിയിരുന്നില്ല. 1.25 മണിക്കൂർ കഴിഞ്ഞ് ഫ്ലൈറ്റ് കറക്റ്റ് ഇടേണ്ട ഒരു ട്രാക്കിൽ കൊണ്ടുപോയി ലാൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളെ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത്. അപ്പോൾ അവിടെ നമുക്കൊരു 1.25 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റായി എന്ന് പറയാം. അത് കഴിഞ്ഞാണ് നമ്മൾ പുറത്തിറക്കിയത്. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഒരു ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ ബസ്സിന് നമ്മൾ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ കിട്ടേണ്ട ആ ഒരു ഏരിയയിലേക്ക് പോയി. പിന്നെ അവിടെ ചെന്ന് ലഗേജ് കിട്ടാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്കൊരു കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. പക്ഷേ ലഗേജിന് നമുക്ക് ഒത്തിരി ടൈമൊന്നും എടുത്തില്ല കേട്ടോ. ഒരു കുറച്ച് നേരം നിന്നപ്പിക്കും തന്നെ നമ്മുടെ ലഗേജൊക്കെ കിട്ടി. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി പിന്നെ എല്ലാവരും പാഞ്ഞു പോകുന്നത് ലഗേജിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് വെയിറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ 2:15 വന്ന ഫ്ലൈറ്റ് കേട്ടോ. പിന്നെ അത് ഒത്തിരി ഡിലേ ആയി. അതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തിറക്കാൻ ഒത്തിരി ഡിലേ ആയി. കാരണം അത് ലാൻഡ് ചെയ്യേണ്ട എക്സാക്റ്റ് സ്ഥലം കിട്ടാനായിട്ട് കുറേ ഒരു വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റിനുള്ള സ്ഥലമായത്. അപ്പോൾ അതുവരെ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു ലാൻഡ് ചെയ്തതിന് ശേഷം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ലഗേജ് കിട്ടണം. എല്ലാവരും വെയിറ്റിങ്ങിലാണ് ലഗേജ് കിട്ടാനായിട്ട്. ഇപ്പോൾ സമയം 3:30 ആയിട്ടോ. ഞങ്ങൾ 2:15 ലാൻഡ് ചെയ്തിട്ട് 3:30 ആയി. ഇപ്പോഴാണ് നമ്മൾ ലഗേജിൻ്റെ ഏരിയയിലേക്ക് എത്തുന്നത്. ഇനി ലഗേജ് വരാൻ എന്തോരം നേരം എടുക്കുമെന്ന് അറിയില്ല. അങ്ങനെ ഒരു ഇത്തിരി നേരം കാത്തു നിന്നപ്പോഴേക്കും നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. ലഗേജ് വരാൻ അധികം താമസം എടുത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ലഗേജൊക്കെ ടൈമിന് കിട്ടി. അപ്പോൾ ലഗേജൊക്കെ ആയിട്ട് ഞങ്ങളിതാ പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ലഗേജൊക്കെ ആയിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ആദ്യമായിട്ടാണ് ബോംബെ എയർപോർട്ടിലേക്ക് എത്തുന്നത്. നമ്മളെപ്പോഴും ലക്നൗ ടു ബാംഗ്ലൂർ അങ്ങനെയൊക്കെയാണ് എപ്പോഴും നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഫ്ലൈറ്റിൽ ബോംബെയൊക്കെ പോകാറ്. ഇവിടേക്ക് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തിറങ്ങിയേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ടാക്സി വിളിച്ച് പോകണം. അപ്പോൾ ടാക്സി ബുക്കിംഗ് ചെയ്യണം. അപ്പോൾ മൊബൈൽ ആപ്പ് വഴി ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. ഓലയ്ക്കുള്ള മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വണ്ടി നമുക്ക് ടാക്സി ഇവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതവിടെ ബുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രജി സാറ്. സമയം 4 മണിയായിട്ടോ. 4 മണി. 1:30 എത്തുന്ന ആദ്യം പറഞ്ഞ്. പിന്നെ അത് 2 മണിയായി. പിന്നെ 2:15 പക്ഷേ ഇവിടെ എത്തിയതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോഴേക്കും 4 മണിയായി. ഇനി ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഞങ്ങൾക്ക് ഇനി ടാക്സിയിൽ പോകാനുണ്ട്. അപ്പോഴാണ് നമ്മൾ താമസിക്കേണ്ട സ്ഥലത്തേക്ക് എത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ടാക്സി ബുക്കിങ്ങൊക്കെ കഴിഞ്ഞത് അവിടെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ ലോങ് ടൈം വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങളുടെ വണ്ടി എത്തിയിട്ടുണ്ട്. ഞങ്ങളിതായ ലഗേജൊക്കെ ആയിട്ട് നീങ്ങണം. ലഗേജൊക്കെ വെച്ച്
ഞങ്ങൾ കയറണം. നമുക്കപ്പോൾ അഡ്രസ്സൊക്കെ അയച്ചു തന്നിട്ട് ചേട്ടൻ ആ അഡ്രസ്സിൽ ചെന്ന് ഇറങ്ങാം. അത്രേ ഉള്ളൂ. ലഗേജൊക്കെ ഇതാ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക. ഈ 2 വണ്ടിയിലായിട്ട് ഞങ്ങൾ പോണേ. 2 വണ്ടി വേണം. ഞങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, 8 പേരുണ്ട് ഞങ്ങൾ. പ്ലസ് ലഗേജും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് 30 കിലോമീറ്റർ യാത്ര ചെയ്ത് എന്നിട്ട് വേണം നമ്മൾ താമസിക്കേണ്ട ആ ഒരു ഏരിയയിലേക്ക് എത്താൻ. അപ്പോൾ അവിടെ ഞങ്ങളുടെ വലിയമ്മയുടെ മോൻ, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ വരും. ഞങ്ങൾ ഡെന്നി ചേട്ടൻ എന്ന് വിളിക്കണ, ഡെന്നി എന്ന പേര്. അപ്പോൾ ഡെന്നി ചേട്ടൻ എന്ന് വിളിക്കണം. അപ്പോൾ ഡെന്നി ചേട്ടൻ അവിടേക്ക് എത്തുമ്പോൾ ചേട്ടൻ അവിടെ വന്ന് ഞങ്ങൾ സ്ഥലമൊക്കെ കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ബാക്കി നമ്മുടെ ബോംബെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇനി വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അസുഖങ്ങളൊക്കെ കാരണം കൊണ്ടാണ് ഇത്രയും വീഡിയോ ഒക്കെ ഇടാൻ വൈകിപ്പോയത്. അപ്പോൾ അതിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ 5 മണിയായി സമയം. 5 മണിക്ക് നമ്മൾ പറഞ്ഞ അഡ്രസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ സാക്കേത് കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കേട്ടോ. ഞങ്ങളുടെ അഡ്രസ്സ് അവിടെയാണ്. ഞങ്ങൾക്ക് അവിടെയാണ് താമസിക്കേണ്ടത്. അപ്പോൾ അവിടേക്ക് ഞങ്ങളിതാ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങളുടെ ചേട്ടൻ വരും. ചേട്ടൻ വന്ന് ഞങ്ങളെ കാണിച്ചു തരും എവിടെയാണ് ഞങ്ങൾക്ക് വീടെന്നുള്ളത്, താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു തരും. അപ്പോൾ ഞങ്ങളുടെ ലഗേജൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കി ടാക്സി 2ഉം തിരിച്ചു പോകണം. ഇതാണ് ഞങ്ങളുടെ ഡെന്നി ചേട്ടൻ. അപ്പോൾ ഡെന്നി ചേട്ടൻ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചേട്ടൻ ഞങ്ങൾക്ക് വീട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും പോയി കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. ബൈ ബൈ.